ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 14. ഊനങ്ങൾ തങ്ങളിൽ വിലീനങ്ങളായ വക ലീനങ്ങളെന്നു കരുതി സ്വാനങ്ങൾ പോലും അഭിമാനം നിമിത്തമിഹ ഞാനെന്നു പൊങ്ങുമധികം. ഈ നിന്ദ കേടു പരമാനന്ദം എന്നു കരുതാനങ്ങു പോണ്ട മനമേ. ജ്ഞാനം നിനക്കു ഹൃദി നൂനം വരാൻ പളനിയാനം പെരുത്തു ശുഭദം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 14 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അവരവരിലെ തെറ്റുകളെയും കുറ്റങ്ങളെയും വെളിയിൽ കാണിക്കാതെ അവരവരിൽ തന്നെ അമർത്തി വെച്ചിട്ട് അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ നായകൾ പോലും ആത്മാഭിമാനം മുഖാന്തരം ഞാൻ ആരാണെന്നറിയാമോ എന്ന ഭാവത്തിൽ തല പൊന്തിച്ച് നടക്കാറ് പതിവുള്ളതാണല്ലോ. അല്ലയോ മനസ്സേ, ഈ ആക്ഷേപാർഹമായ ദോഷമാണ് പരമാനന്ദം എന്നു കരുതാൻ നീ മെനക്കെടേണ്ട. തെറ്റിന് അവസരമില്ലാത്ത ജ്ഞാനമുണ്ടാകുന്നതാണ് നിനക്ക് പരമാനന്ദം തരുന്നത്. അതുണ്ടാകാൻ പളനിയിലേക്കുള്ള തീർത്ഥയാത്ര വളരെ പ്രയോജനം ചെയ്യും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.